മണിപ്പൂർ ഗവർണർക്ക് നാഗാലാൻഡ് ഗവർണറുടെ അധിക ചുമതല നൽകി. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്കാണ് അധിക ചുമതല നൽകിയത്. നാഗാലാൻഡ് ഗവർണറുടെ നിര്യാണത്തെ തുടർന്നാണ് തീരുമാനം. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നാളെ ദില്ലിയിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സമിതികൾക്കിടയിലെ ചർച്ചയ്ക്കാണ് വാങ് യി എത്തുന്നത്. അജിത് ഡോവാലാകും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കരെയും വാങ് യി കാണും. ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നതിന് മുന്നോടിയായാണ് വാങ് യിയുടെ സന്ദർശനം. വിമാനത്തിലുണ്ടായിരുന്ന വീട്ടുകാരെ കാണിക്കാനായി കോക്പിറ്റ് ഡോർ തുറന്നിട്ട പൈലറ്റിന് സസ്പെൻഷൻ. ബ്രിട്ടീഷ് എയർവേസ് പൈലറ്റ് ജാക്ക് സ്റ്റാൻഡേർഡിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഹെയ്ത്രൂവിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള വിമാനത്തിൽ കഴിഞ്ഞയാഴ്ചയാണ് സംഭവം നടന്നത്. കോക്പിറ്റ് വാതിൽ തുറന്നിട്ട് വിമാനം പറത്തുന്ന പൈലറ്റിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 307 പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പഖ്തുൻഖ്വയിലെ മലയോര മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. 74-ലേറെ വീടുകളാണ് തകർന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്ന് 5 ക്യൂ അംഗങ്ങളും കൊല്ലപ്പെട്ടു. വലിയ ശബ്ദത്തോടെ പർവ്വതം ഒഴുകിയെത്തിയെന്നാണ് ദൃക്സാക്ഷികൾ വിശദീകരിക്കുന്നത്. കുവൈറ്റിനെ നടുക്കിയ വിഷമദ്യ ദുരന്തത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 ഏഷ്യൻ പ്രവാസികൾ മരിക്കുകയും 160-ലധികം പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സുരക്ഷാ ഏജൻസികൾ വ്യാപകമായ പരിശോധനകളും റെയ്ഡുകളും ശക്തമാക്കി. അഹ്മദി സുരക്ഷാ സേന നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ ഫഹാഹിൽ പ്രദേശത്തെ ഒരു നേപ്പാളി സ്ത്രീ നടത്തിയിരുന്ന മദ്യനിർമ്മാണ കേന്ദ്രം പിടിച്ചെടുത്തു. ഹമാസ് നേതാവ് നാസർ മൂസയെ വധിച്ചതായി ഇസ്രയേൽ. തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസിൽ ആയുധ സംഭരണ കേന്ദ്രത്തെ ലക്ഷ്യമാക്കി നടത്തിയ വ്യോമാക്രമണത്തിലാണ് നാസർ മൂസ കൊല്ലപ്പെട്ടത്. ഈ മാസം 9-നാണ് മൂസ കൊല്ലപ്പെട്ടത്. വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് കൂട്ടാഴ്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയിലെത്തി. നാളെ സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപുമായി കൂട്ടാഴ്ച നടത്തും. പുടിനുമായുള്ള കൂട്ടാഴ്ചയ്ക്ക് പിന്നാലെ ട്രംപും സെലൻസ്കിയും 1.5 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു. സമാധാന ശ്രമങ്ങളുമായി യുക്രൈൻ പരിപൂർണമായി സഹകരിക്കുമെന്ന് താൻ ആവർത്തിച്ചതായി സെലൻസ്കി എക്സിൽ പോസ്റ്റ് ചെയ്തു. യുക്രൈൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന നിർണായക കൂട്ടാഴ്ചയ്ക്ക് മുന്നോടിയായി US സൈനിക ശക്തിയുടെ പ്രദർശനം. അലാസ്കയിലെ ജോയിന്റ് ബേസ് എമൽഡോഫ് റിച്ചാർഡ്സണിൽ നടന്ന കൂട്ടാഴ്ചയുടെ സമയത്ത് ഒരു B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറും US യുദ്ധവിമാനങ്ങളും ഇരു നേതാക്കൾക്കും മുകളിലൂടെ പറന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂട്ടാഴ്ചയ്ക്ക് സ്വാഗതം ചെയ്തു ഇന്ത്യ. സമാധാനത്തിനായുള്ള ഇരുവരുടെയും സാരഥ്യം അത്യന്തം പ്രശംസനീയമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇതാണ് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറാവാൻ കരുത്തം റഷ്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ട്രംപിന്റെ അവകാശവാദവും. എന്നാൽ ഈ അവകാശവാദം ശരിയല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ ചുമത്തില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ US അധിക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന ആശങ്കകൾക്കിടയിലാണ് ട്രംപിന്റെ പുതിയ നിലപാട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അലാസ്കയിൽ വെച്ച് നടന്ന കൂട്ടാഴ്ചയ്ക്ക് ശേഷം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുക്രൈൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന നിർണായക കൂട്ടാഴ്ചയ്ക്ക് മുന്നോടിയായി US സൈനിക ശക്തിയുടെ പ്രദർശനം. അലാസ്കയിലെ ജോയിന്റ് ബേസ് എമൽഡോഫ് റിച്ചാർഡ്സണിൽ നടന്ന കൂട്ടാഴ്ചയുടെ സമയത്ത് ഒരു B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറും US യുദ്ധവിമാനങ്ങളും ഇരു നേതാക്കൾക്കും മുകളിലൂടെ പറന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന്റെ അധീനതയിലുള്ള ഡൊനേറ്റ്സ്ക് വിട്ടുകൊടുക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യം യുക്രൈനെ അറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ പുടിന്റെ ആവശ്യം യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി നിരസിച്ചുവെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റഷ്യ ഒരു വലിയ ശക്തിയാണെന്നും യുക്രൈൻ അങ്ങനെയല്ലെന്നും
പറഞ്ഞ ട്രംപ് റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ കരാറിന് തയ്യാറാകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. 11% കുറവ് ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് ഇതിൽ അധിക വേർതലയുണ്ടാകും. 7.580% പുതിയ ഭവന വായ്പകൾക്ക് SBI ഈടാക്കുക. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കുമതി തീരുവയിൽ 7.45% വർധനവാണ് വരുത്തിയിരിക്കുന്നത്. പൊതുവെ ഭവന വായ്പയുടെ 43%-ഓളമാണ് പൊതുമേഖലാ ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്നത്. HDFC ബാങ്കും ICICI ബാങ്കും ആക്സിസ് ബാങ്കും 7.90%, 8%, 8.35% എന്നിങ്ങനെയാണ് ഭവന വായ്പകൾക്ക് പലിശ ഈടാക്കുന്നത്. രാജ്യത്തെ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിലെ സസാറാമിൽ ഇന്ന് തുടക്കമാകും. രാഹുൽ ഗാന്ധിക്കൊപ്പം തേജസ്വി യാദവും ചേരുന്ന യാത്ര 12 ദിവസം കൊണ്ട് 1300 കിലോമീറ്റർ പൂർത്തിയാക്കും. സെപ്റ്റംബർ 1 പാറ്റ്നയിലാണ് വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലി. വോട്ടർ പട്ടിക സുതാര്യമാക്കാനുള്ള എല്ലാ നിർദ്ദേശവും സ്വാഗതം ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയ ശേഷമാണ് അന്തിമ രൂപം നൽകുന്നത്. ഡിജിറ്റലായും കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരുന്നു എന്നും ചില രാഷ്ട്രീയ പാർട്ടികൾ സമയത്തിത് പരിശോധിച്ചില്ലെന്നാണ് വ്യക്തമാകുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കും. 3 മണിക്കാണ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുക. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകിയേക്കുമെന്നാണ് വിവരങ്ങൾ. വോട്ടർ പട്ടിക സുതാര്യമാക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നും ഇതിന്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ കെട്ടിവയ്ക്കുന്നതെന്തിനെന്നും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. വോട്ടർ പട്ടിക സുതാര്യമാക്കാനുള്ള എല്ലാ നിർദ്ദേശവും സ്വാഗതം ചെയ്യുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പിന് പിന്നാലെയാണ് KC വേണുഗോപാലിന്റെ പോസ്റ്റ്. എന്തുകൊണ്ട് ഇലക്ട്രോണിക് പട്ടികയും CCTV ദൃശ്യങ്ങളും കമ്മീഷൻ നൽകുന്നില്ലെന്നും KC വേണുഗോപാൽ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 30 വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല. അവധി ഒഴിവാക്കി തുറന്നു പ്രവർത്തിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തുകളോടും നഗരസഭാ ഓഫീസുകളോടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 30 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ. വെള്ളാപ്പള്ളി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് ഫാദർ ഫിലിപ്പ് കവിയൽ പറഞ്ഞു. സ്വന്തം സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയാമെന്നും പക്ഷെ മറ്റു സമുദായങ്ങളെ അവഹേളിക്കരുതെന്നും നിരന്തരം ഇത്തരം പരാമർശങ്ങൾ ആവർത്തിച്ചിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതെന്താണെന്നും ഫാദർ ഫിലിപ്പ് കവിയൽ പറഞ്ഞു. തുടർച്ചയായി വർഗീയ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ വീണ്ടും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമമെന്നും സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നുവെന്നും പ്രത്യക്ഷത്തിൽ വെള്ളാപ്പള്ളിയും പരോക്ഷമായി CPIM-ഉം സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നുവെന്നും VD സതീശൻ വിമർശിച്ചു. കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ആര് നടത്തിയാലും UDF എതിർക്കുമെന്നും സതീശൻ വ്യക്തമാക്കി. CPM-നെതിരെ ആരോപണങ്ങളുമായി സിറോ മലബാർ സഭ. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലനിയെ ഒറ്റപ്പെടുത്തുന്ന നടപടി അപലപനീയമാണെന്നും CPM സ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന നിരുത്തരവാദിത്വപരവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും അസ്വസ്ഥത ജനിപ്പിക്കുന്നതുമാണ് സിറോ മലബാർ സഭ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. CPM സ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തുന്ന പ്രസ്താവനകളിലാണ് സഭ പ്രതിഷേധം അറിയിച്ചത്. ബാങ്ക് വിളികളിൽ അമിത ശബ്ദം ഒഴിവാക്കണമെന്ന് SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി. ദിക്റായാലും ബാങ്ക് വിളിയായാലും മിതമായ ശബ്ദത്തിലാവണം. ആരാധനാ കർമ്മങ്ങളിൽ അമിതമായ ശബ്ദം പാടില്ലെന്നാണ് പ്രവാചക വചനമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിംകൾ മാത്രം താമസിക്കുന്ന മേഖലകളിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന മൗലിദിൽ ആവശ്യമെങ്കിൽ ശബ്ദം പുറത്തേക്ക് കേൾപ്പിക്കാമെന്നും അമുസ്ലിംകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പുറത്തേക്ക് കേൾപ്പിക്കരുതെന്നും അസ്ഹരി പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കിയ വിജിലൻസ് കോടതി വിധി മുഖ്യമന്ത്രിക്കുള്ള തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGP അജിത് കുമാറിനെ വഴിവിട്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്നാണ് കോടതി പരാമർശത്തിലൂടെ വ്യക്തമായതെന്നും സതീശൻ തുറന്നടിച്ചു. KM മാണിക്കെതിരെ കോടതി പരാമർശമുണ്ടായപ്പോഴുള്ള ധാർമ്മികത ഇപ്പോഴും പിണറായി ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്നും സതീശൻ ചോദിച്ചു. കേരളത്തിൽ നടക്കുന്നത് നാഥനില്ലാ ഭരണമെന്ന് രമേശ് ചെന്നിത്തല. ഒരു വകുപ്പിനും ഉത്തരവാദികളില്ല. ആഭ്യന്തര വകുപ്പ് ആരോ അദൃശ്യനായി ഭരിക്കുകയാണെന്നും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനായി വിജിലൻസ് മാനുവൽ അട്ടിമറിച്ചുവെന്നും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ശരിവെക്കാനുള്ള അംഗീകാരമില്ലെന്നും വിജിലൻസ് കേസുകളിൽ കോടതിയാണ് റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലിയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലെത്തുമെന്ന് ആവർത്തിച്ച് കായികമന്ത്രി V. അബ്ദുറഹ്മാൻ.
മെസ്സി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെത്തുന്നത് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമാണെന്നും അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ അറിവോടെയല്ലെന്നും ഡിസംബറിൽ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്തയോടുള്ള പ്രതികരണമായി മന്ത്രി പറഞ്ഞു. അതേസമയം സ്പെയിനിൽ പോയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ കാണാൻ വേണ്ടി മാത്രമല്ല, തിരുവനന്തപുരത്തെ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്പെയിനിലെ സ്പോർട്സ് കൌൺസിലുമായി ചർച്ച നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് CPM-ൽ കൂട്ടരാജി. CPM പാലക്കാട് വല്ലപുഴ ലോക്കൽ കമ്മിറ്റിയിലാണ് നേതാക്കളുടെ കൂട്ടരാജി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും 4 അംഗങ്ങളും രാജി പ്രഖ്യാപിച്ച് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വെള്ളിയാഴ്ച ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വല്ലപുഴ ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു നാടകീയമായ സംഭവങ്ങൾ. ചിറ്റേം ഗോപകുമാറിനെ CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. വിഭാഗീയത രൂക്ഷമായ ജില്ലയിൽ സമവായമെന്ന നിലയ്ക്കാണ് ചിറ്റയത്തെ നേതൃത്വം തീരുമാനിച്ചത്. ഭാരിച്ച ഉത്തരവാദിത്തമാണിത്. ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുമെന്നും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ചിറ്റേം ഗോപകുമാർ പ്രതികരിച്ചു. എറണാകുളം ചെറായി ബീച്ചിൽ ആനയുടെ ജഡം കണ്ടെത്തി. ഇന്നലെ വൈകിട്ട് 5:30യോടെയാണ് ആനയുടെ ജഡം പ്രദേശത്തെ ഉള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് 100 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം. സംസ്ഥാനത്ത് അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രത പുലർത്തണമെന്ന് KSEB അറിയിച്ചു. കാറ്റിലും മഴയിലും മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കാനോ താഴ്ന്നുകിടക്കാനോ സാധ്യതയുണ്ടെന്നും KSEB അറിയിച്ചു. പാമ്പാടിയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂൾ മതിലിൽ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ 3 വയസ്സുള്ള കുഞ്ഞു മരിച്ചു. ദില്ലിയിൽ സ്ഥിരം താമസിക്കുന്ന മല്ലപ്പള്ളി സ്വദേശികളായ ടിനു മെറിൻ ദമ്പതികളുടെ മകൻ കീത്ത് തോമസ് ആണ് മരിച്ചത്. മെറിന്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ വഴിയാണ് അപകടമുണ്ടായത്. മലപ്പുറം നിലമ്പൂരിൽ നവദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ മണലോടിയിലാണ് നവദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണലോടിയിൽ താമസിക്കുന്ന രാജേഷ് പ്ലസ് 23 വയസ്സും ഭാര്യ അമൃത വയസ്സ് 19 മരിച്ചത്. രാജേഷിന് വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ടിപ്പർ ലോറിക്കടിയിലേക്ക് തെറിച്ചുവീണ് സ്കൂട്ടർ യാത്രികനായ റിട്ടയർഡ് ലേബർ ഓഫീസറും പാരലൽ കോളേജ് അധ്യാപകനുമായ ഉഴമലക്കൽ മുതിയംകോണം കിഴക്കേതിൽ ഹൌസിൽ സത്യനേഷിന് ദാരുണാന്ത്യം. ആര്യനാട് നെടുമങ്ങാട് റോഡിൽ സ്വകാര്യ ഓഡിറ്റോറിയത്തിന് സമീപം പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ നിറച്ച് പുറത്തേക്ക് വന്ന സ്കൂട്ടറും ഈ സമയം റോഡിലൂടെ വരികയായിരുന്ന സത്യനേഷിന്റെ സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയുമായിരുന്നു. വിമാനത്തിലെ സഹയാത്രികയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു. വട്ടപ്പാറ സ്വദേശി ജോസിനെതിരെയാണ് വലിയതുറ പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി. യന്ത്രക്കൊമ്പൻ തളീശ്വരൻ ഇനി നെടിയതളി ശിവക്ഷേത്രത്തിന് ആനച്ചന്തം പകരും. 3 മീറ്റർ ഉയരവും 800 കിലോഗ്രാം ഭാരവുമുള്ള കൊമ്പനെ ബോളിവുഡ് നടൻ ജാക്കി ഷ്രോഫിന്റെ സഹകരണത്തോടെ പെറ്റ ഇന്ത്യയാണ് സമർപ്പിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് എന്ന മൃഗസ്നേഹികളുടെ സംഘടന പെറ്റ ഇന്ത്യ 11 ആനകളെ സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സമർപ്പിക്കുന്ന 7ാമത്തെ ആനയാണ് നെടിയതളി ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച തളീശ്വരൻ. നഗരസഭാ അധ്യക്ഷ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റും തന്ത്രിയുമായ ബാബു ശാന്തി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ KR ജൈത്രൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് നടുമുറി ബാബു ശാന്തി, CR രാമചന്ദ്രൻ, രാജൻ കോവിൽപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി സ്വദേശി പ്രശാന്താണ് ആനയെ നിർമ്മിച്ചത്. സമർപ്പണ ചടങ്ങിനു ശേഷം ബെന്നി ബഹനാൻ MP യന്ത്രക്കൊമ്പനെ കാണാനെത്തി. ഭാര്യയുടെ കാമുകനും സുഹൃത്തും ചേർന്ന് ക്രൂരമായി ആക്രമിച്ചതിനെ തുടർന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഭരത് അഹീറയുടെ കൊലപാതകത്തിൽ ഭാര്യ രാജശ്രീ, സുഹൃത്ത് രംഗ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാജശ്രീയുടെ കാമുകൻ ചന്ദ്രശേഖർ എന്നയാൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഭരത് അഹീറയെ ഭാര്യയും കാമുകനും സഹായിയും ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ജൂലൈ 19 പരിക്കേറ്റ ഭരത് അഹീറയെ മലാഡിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റതാണെന്ന് ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് ആശുപത്രിയിലെത്തി അന്വേഷിച്ചപ്പോൾ ബൈക്ക് അപകടമാണെന്ന് ഭരതും മൊഴി നൽകി. എന്നാൽ ജൂലൈ 12 ഭാര്യ രാജശ്രീയുടെ സാന്നിധ്യത്തിൽ ഭരതിനെ 2 പുരുഷന്മാർ ക്രൂരമായി മർദ്ദിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് ഭരതിന്റെയും രാജശ്രീയുടെയും 2 പെൺമക്കളുടെ മൊഴി പോലീസ് എടുത്തു. ഇവർ താമസിക്കുന്ന ആരെ കോളനിയിൽ വെച്ച് പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. രാജശ്രീക്ക് ഇതേ കോളനിയിലെ താമസക്കാരനായ ചന്ദ്രശേഖർ എന്നയാളുമായി വിവാഹേതര ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ഇവരുടെ ബന്ധത്തെ ചൊല്ലി ഭരതും രാജശ്രീയും നിരന്തരം വഴക്കിട്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഭർത്താവിനെ ഒഴിവാക്കുന്നതിനായി ചന്ദ്രശേഖറുമായി ചേർന്ന് രാജശ്രീ ഗൂഢാലോചന നടത്തി. ജൂലൈ 12 ചന്ദ്രശേഖറും കൂട്ടാളി രംഗയും ചേർന്ന് ഭരതിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. രാജശ്രീയും അപ്പോൾ അവിടെയുണ്ടായിരുന്നു. ആളുകൂടിയപ്പോൾ പ്രതികൾ സ്ഥലം വിട്ടു.
എന്നാൽ ഭരതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ രാജശ്രീ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ അദ്ദേഹത്തിന്റെ നില വഷളായപ്പോൾ മക്കൾ ഒരു ബന്ധുവിനെ വിവരമറിയിച്ചു. തുടർന്നാണ് 19-ന് ഭരതിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ചികിത്സയ്ക്കിടെ ഓഗസ്റ്റ് 5-നാണ് ഭരത് മരിക്കുന്നത്. തുടർന്ന് ഭാര്യ രാജശ്രീ, കാമുകൻ ചന്ദ്രശേഖർ, രംഗ എന്നിവർക്കെതിരെ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി. ബുധനാഴ്ചയാണ് രാജശ്രീയും രംഗയും അറസ്റ്റിലായത്. ചന്ദ്രശേഖറിനെ കണ്ടെത്താൻ ഊർജിതമായ അന്വേഷണം നടക്കുകയാണ്. ഒറ്റപ്പാലം, പാലക്കാട്. മനുശ്ശേരിയിലെ ഓഡിറ്റോറിയത്തിൽ നവാഗതരെ ആനയിക്കാൻ സ്വകാര്യ കോളേജ് നടത്തിയ ആഘോഷത്തിൽ കൂട്ടത്തല്ല്. കോളേജ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗം വല്ലപ്പുഴ സ്വദേശി അൻസാറിന് കുത്തേറ്റു. വധശ്രമ കേസിൽ കോളേജ് വിദ്യാർത്ഥികൾ കസ്റ്റഡിയിലായി. അൻസാറിനെ ആക്രമിച്ചത് പുറത്തുനിന്നെത്തിയ യുവാവാണെന്നും ഇയാളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ആഘോഷത്തിനിടെ ബൈക്ക് റേസ് ചെയ്തതിനെ ചൊല്ലിയായിരുന്നു ആദ്യം ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും. ഇതിനിടെ ചില വിദ്യാർത്ഥികൾ പുറത്തുനിന്നുള്ളവരെ വിളിച്ചുവരുത്തി. കത്തിയുമായി പുറത്തുനിന്നെത്തിയ യുവാവെത്തിയത് ഡയറക്ടർ ബോർഡ് അംഗം അൻസാറും അധ്യാപകരും ഇടപെട്ടു. ഇതിനിടെയാണ് അൻസാറിന്റെ തലയ്ക്ക് കുത്തേറ്റത്. മറ്റു ചില അധ്യാപകർക്കും മർദ്ദനമേറ്റു. പരിക്കേറ്റയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കി. കേസിൽ വിദ്യാർത്ഥികളായ ഹിരൺ 20, വിഷ്ണുരാജ് 21 എന്നിവരാണ് കസ്റ്റഡിയിലായത്. വിഷാദരോഗത്തിനു വൈദ്യസഹായം നൽകുന്നതിനു പകരം ബാധ ഒഴിപ്പിക്കലിന് വിധേയമാക്കിയെന്ന ആരോപണവുമായി ചൈനീസ് നടി ഷാവോ ലൂസി. ടിയാൻജിൻ ഗാലക്സി കൂൾ എന്റർടൈൻമെന്റ് കൾച്ചർ മീഡിയ കമ്പനി ലിമിറ്റഡ് എന്ന ടാലന്റ് ഏജൻസിക്കെതിരെയാണ് നടിയുടെ ആരോപണം. വിഷാദരോഗത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനു പകരം തന്നെ ഒരു ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ട് ബാധ ഒഴിപ്പിക്കലിന് വിധേയമാക്കിയെന്നാണ് ഷാവോ ആരോപിച്ചത്. വെളിപ്പെടുത്തലിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. എനിക്ക് അസുഖമായിരുന്നു. ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്നതിന് പകരം അവരെന്നെ ഒരു ഹോട്ടലിൽ പൂട്ടിയിട്ടു. ആരുടെയോ ശാപമേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരാളെ വിളിപ്പിച്ച് ബാധ ഒഴിപ്പിക്കുകയായിരുന്നു, ഷാവോ വീഡിയോയിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് സംഭവം. റോസി ഷാവോ എന്നും അറിയപ്പെടുന്ന 26 വയസ്സുകാരിയായ ഷാവോ ലൂസി ദ റൊമാൻസ് ഓഫ് ടൈഗർ ആൻഡ് റോസ്, ഹി ലവ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തയാണ്. 2024 ഡിസംബറിൽ വിഷാദരോഗം ബാധിച്ചതിന് പിന്നാലെ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. കരാർ ലംഘിച്ചതിന് 2 ദശലക്ഷം യുവാൻ അഥവാ $28 ലക്ഷം നഷ്ടപരിഹാരം നൽകാൻ നിർബന്ധിതയായതായി ഷാവോ ഈ മാസം 2-ന് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ടാലന്റ് ഏജൻസി മുൻപ് പിന്തുണപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും പിന്നീട് പിന്മാറിയെന്നും അവർ ആരോപിച്ചു. വർഷങ്ങളായി കമ്പനി തന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്നും അവർ ആരോപിച്ചു. 2019-ൽ ഒരു ഓഡിഷനിൽ പരാജയപ്പെട്ടതിന് ബോസ് പുലർച്ചെ 2 മണിക്ക് ശുചീകരണ മുറിയിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം ഉപദ്രവിച്ചതായും ഷാവോയുടെ ഒരു സുഹൃത്ത് ആരോപിച്ചു. എന്നാൽ ഏജൻസി ആരോപണങ്ങൾ നിഷേധിച്ചു. പിന്നീട് ബി മൈസെൽഫ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഷാവോ തിരിച്ചുവരവ് നടത്തിയത്. ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിച്ച് ജീവിതത്തെക്കുറിച്ച് പറയുന്ന രീതിയിലായിരുന്നു പരിപാടി. തന്റെ മോശം ആരോഗ്യം, ഉറക്കക്കുറവ്, വിഷാദം എന്നിവയെക്കുറിച്ചെല്ലാം ഷാവോ ഷോയിൽ തുറന്നു സംസാരിച്ചു. എങ്കിലും ഗ്രാമീണരുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി അവർ വിമർശനങ്ങൾ നേരിട്ടു. ഷോ രൂപകൽപ്പന ചെയ്തത് അവരുടെ ഏജൻസിയാണെന്ന് ഷാവോ പിന്നീട് വെളിപ്പെടുത്തി. തന്റെ അസുഖത്തെക്കുറിച്ച് വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും ഷാവോ പറഞ്ഞു. ഷാവോയുടെ ആരോപണത്തിന് പിന്നാലെ ചൈനീസ് വിനോദ വ്യവസായത്തിലെ ഉള്ളറകളെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമായി. ആന്ധ്ര, ഒഡീഷ, ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞ് ചക്രവാത ചുഴലിയായി ഗുജറാത്തിലേക്ക് നീങ്ങുന്നു. കർണാടക, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന എന്നിവിടങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ തീവ്രത കൂടിയും കുറഞ്ഞും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ രാജീവൻ ഇരിക്കോളം വ്യക്തമാക്കി. മധ്യവടക്കൻ ജില്ലകളിലും മലയോര മേഖലയിലുമാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കാറ്റും ഇടയ്ക്കിടയ്ക്ക് ശക്തി പ്രാപിക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇടുക്കി, വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴയും പാലക്കാട്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയും രേഖപ്പെടുത്തി. ഇനി വീടുകളിലും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ പഞ്ചായത്തുകൾക്ക് ലൈസൻസ് നൽകാം. വീടിന്റെ 50% വരെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നീക്കുവയ്ക്കാം. ഇതുൾപ്പെടെ പുതുതലമുറയിലെയും നിയമവിധേയമായതുമായ ഏത് സംരംഭത്തിനും ലൈസൻസ് നൽകുന്ന തരത്തിൽ 1996-ലെ കേരള പഞ്ചായത്തീരാജ് ഫാക്ടറികൾക്കും വ്യാപാരങ്ങൾക്കും സംരംഭക പ്രവർത്തനങ്ങൾക്കും മറ്റു സേവനങ്ങൾക്കും ലൈസൻസ് നൽകുക എന്ന ചട്ടങ്ങൾ സമഗ്രമായി പരിഷ്കരിച്ച് സർക്കാർ ഉടൻ വിജ്ഞാപനം പുറത്തിറക്കും. വീട്ടിൽ പ്രവർത്തിക്കുന്ന കുടിൽ വ്യവസായങ്ങൾക്കും മറ്റു വാണിജ്യ സേവനങ്ങൾക്കും നിലവിൽ ലൈസൻസ് അനുവദിക്കുന്നില്ല. ചട്ടങ്ങൾ മാറുന്നതോടെ ബാങ്ക് വായ്പ, GST രജിസ്ട്രേഷൻ, വിവിധ ഗ്രാന്റുകൾ കിട്ടുന്നതിലുൾപ്പെടെയുള്ള തടസ്സത്തിന് പരിഹാരമാകും. നിലവിലെ ചട്ടത്തിൽ ലൈസൻസ് നൽകാൻ സാധിക്കുന്ന 150-ൽ പരം സേവനങ്ങളും സംരംഭങ്ങളും മാത്രമാണുള്ളത്. നഗരസഭകളുടെയും കോർപ്പറേഷനുകളുടെയും സംരംഭക ലൈസൻസ് ചട്ടങ്ങൾ പിന്നീട് പരിഷ്കരിക്കും. ഒരിക്കൽ വാങ്ങിയ അനുമതി സംരംഭകൻ മാറിയാലും സംരംഭക രീതിക്ക് മാറ്റമില്ലെങ്കിൽ കൈമാറാം. ലൈസൻസ് അന്ന് തന്നെ പുതുക്കാൻ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം. ലൈസൻസ് അനുമതി അപേക്ഷകളിൽ നിശ്ചിത സമയത്തിനകം നടപടിയില്ലെങ്കിൽ ഡീംഡ് ലൈസൻസ്.
ലൈസൻസ് ഫീസ് പൂർണ്ണമായും മൂലധന നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാക്കും. കുറഞ്ഞ മൂലധന നിക്ഷേപമുള്ള സംരംഭങ്ങൾക്ക് പ്രത്യേക സ്ലാബ്. മൂലധന നിക്ഷേപം കണക്കാക്കുമ്പോൾ ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും വില ഒഴിവാക്കും. സ്ഥാപനങ്ങൾക്കെതിരായ പരാതികളിൽ വിദഗ്ധ ഉപദേശത്തോടെ സമയബന്ധിതമായി തീർപ്പാക്കാൻ സംവിധാനം. ലൈസൻസ് കാലാവധി അവസാനിക്കുന്നത് സാമ്പത്തിക വർഷത്തിന് പകരം ലൈസൻസ് തീയതി മുതൽ 1 വർഷം. ചട്ടങ്ങളിൽ സംരംഭങ്ങളെ കാറ്റഗറി 1, 2 എന്നിങ്ങനെ തരംതിരിക്കും. കാറ്റഗറി 1 ഉൽപ്പാദന യൂണിറ്റുകളാണ്. അവയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ്, ഗ്രീൻ വിഭാഗത്തിലെ യൂണിറ്റുകൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ല. പകരം അവ രജിസ്റ്റർ ചെയ്താൽ മതി. റെഡ്, ഓറഞ്ച് വിഭാഗങ്ങളിലെ യൂണിറ്റുകൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമാണ്. വ്യാപാരം, വാണിജ്യം, സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന യൂണിറ്റുകളാണ് കാറ്റഗറി 2. ഇവയ്ക്ക് ലൈസൻസ് നിർബന്ധമാണ്. ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങം 1. 13ാം നൂറ്റാണ്ടിലെയും നൂറ്റാണ്ടിലെ ആദ്യ വർഷത്തിനുമാണ് ഇന്ന് തുടക്കമാകുന്നത്. 12ാം നൂറ്റാണ്ടിലെ അവസാന വർഷമാണ് ഇന്നലെ അവസാനിച്ചത്. ചിങ്ങത്തിൽ തുടങ്ങി കർക്കിടകത്തിൽ അവസാനിക്കുന്ന മലയാള വർഷത്തിന് AD 825 ജൂലൈ 25 ചൊവ്വാഴ്ച കൊല്ലവർഷം ആരംഭിച്ചതായി ഇന്ത്യൻ എഫറീസ് എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേണാട് രാജാവായിരുന്ന ഉദയമാർത്താണ്ഡവർമ്മയാണ് കൊല്ലവർഷത്തിന് തുടക്കമിട്ടതെന്നും ശങ്കരാചാര്യർ തുടങ്ങിവച്ചതാണെന്നും സപ്തർഷി വർഷത്തിന്റെ വകഭേദമാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മറ്റു വാദങ്ങളുമുണ്ട്. 1834 വരെ തിരുവിതാംകൂറിലെ സർക്കാർ രേഖകളിൽ കൊല്ലവർഷമാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് മാറിയതോടെ ഇംഗ്ലീഷ് വർഷത്തിലേക്ക് മാറി. ചിങ്ങം 1 കേരളത്തിന് കർഷക ദിനവും കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന നാളുകളിലേക്ക് മലയാളികൾ പ്രതീക്ഷയോടെ കാൽനിൽക്കുന്ന ദിവസം. കർക്കിടകത്തിന്റെ വറുതിയുടെ നാളുകൾ പിന്നിട്ട് ഓണത്തെ വരവേൽക്കാനായി നാടൊരുങ്ങും. ഐശ്വര്യ സമൃദ്ധിയുള്ള കർഷക ദിനമാണ് കേരളത്തിന് ചിങ്ങം 1. ഡൊണറ്റ്സ്ക് വിട്ടുകൊടുക്കണമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യം യുക്രൈനെ അറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ പുടിന്റെ ആവശ്യം യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി നിരസിച്ചെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ കരാറിന് തയ്യാറാകണമെന്നും റഷ്യ ഒരു വലിയ ശക്തിയാണ്, യുക്രൈൻ അങ്ങനെയല്ലെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. യുക്രൈന്റെ കൂടുതൽ പ്രദേശം വിട്ടുനൽകണമെന്ന് അലാസ്ക ഉച്ചകോടിയിൽ ട്രംപിനോട് പുടിൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഡൊണറ്റ്സ്ക് പ്രവിശ്യയുടെ ഭൂരിഭാഗം പ്രദേശം ഉൾപ്പെടെ യുക്രൈന്റെ 1/5 പ്രദേശവും ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ഡൊണറ്റ്സ്കിൽ 2014 റഷ്യ പ്രവേശിച്ചത്. മോസ്കോയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ വ്യാവസായിക മേഖലയായ ഡൊണറ്റ്സ്ക് റഷ്യയ്ക്ക് വിട്ടുനൽകാൻ തയ്യാറായാൽ മറ്റു പ്രദേശങ്ങളിലെ മുന്നേറ്റം മരവിപ്പിക്കാൻ തയ്യാറാണെന്ന് പുടിൻ നിലപാട് സ്വീകരിച്ചതായാണ് സൂചന. തീരുവ വർധനയ്ക്കു പിന്നാലെ നിലനിൽക്കുന്ന സാമ്പത്തിക സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ വ്യാപാര ചർച്ചകൾക്കുള്ള US സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി ഓഗസ്റ്റ് 25 മുതൽ 29 വരെ US സംഘം ഇന്ത്യയിലുണ്ടാകുമെന്നായിരുന്നു വിവരം. എന്നാൽ ഇത് റദ്ദാക്കിയതായി NDTV റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് ഏർപ്പെടുത്തിയ 25% തീരുവയ്ക്കു പുറമെ റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ലെവി ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യ US ഉഭകക്ഷി വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിർണായകമാണ്. കാർഷിക ക്ഷീരവിപണിയിൽ കൂടുതൽ ഇടം വേണമെന്ന USന്റെ നിർബന്ധമാണ് കരാറിലെ പ്രധാന തടസ്സങ്ങളിലൊന്ന്. ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്നതിനാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. സ്വദേശി, അതായത് ഇന്ത്യയിൽ നിർമ്മിച്ചത് ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും കർഷകർക്കും ക്ഷീരത്തൊഴിലാളികൾക്കും പിന്തുണ നൽകുമെന്നും വെള്ളിയാഴ്ച സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. കർഷക താൽപര്യത്തിനെതിരായ ഏതു നയങ്ങളെയും ചെറുക്കാൻ താൻ മതിൽ പോലെ നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുചരിത്രം കുറിക്കാനുള്ള സമയമാണെന്നും ലോകവിപണിയെ ഇന്ത്യ ഭരിക്കണമെന്നും അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണ്. ലോകവിപണിയെ നാം ഭരിക്കണം. ഉൽപ്പാദന ചെലവ് കുറയ്ക്കണം. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ആഗോള വിപണികളിൽ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണിത്. കുറഞ്ഞ വില, ഉയർന്ന നിലവാരം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റു രാജ്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ലക്ഷ്യം കാണാൻ നമുക്ക് മുന്നോട്ടു പോകേണ്ട സമയമാണിത്, മോദി പറഞ്ഞു. കഴിഞ്ഞ മാസം ഇസ്രയേൽ സന്ദർശിച്ച ദക്ഷിണ സുഡാൻ വിദേശകാര്യമന്ത്രി സെമയ്യ കുംബയുമായി ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ച നടന്നതായി വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ ഏതാനും രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കുംബയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ നെതന്യാഹുവോ വിദേശകാര്യ വകുപ്പോ തയ്യാറായില്ലെന്ന് റോയിറ്റേഴ്സ് പറഞ്ഞു. എന്നാൽ വാർത്തകൾ അടിസ്ഥാനപരമല്ലെന്ന് ദക്ഷിണ സുഡാൻ അധികൃതർ പറഞ്ഞു. പലസ്തീൻ ജനതയെ നാടുകടത്താനുള്ള ഏതു പദ്ധതിയെയും എതിർക്കുമെന്നും പലസ്തീനും അറിയിച്ചു. ഹമാസ് പ്രതികരിച്ചില്ല. USും ഒഴിഞ്ഞുമാറി. ഇസ്രായേൽ ഉപരോധം കാരണം ആഹാരവും അവശ്യവസ്തുക്കളും കിട്ടാതെ ദുരിതത്തിലായ ഗാസയിൽ 11 പേർ കൂടി പട്ടിണി കാരണം മരിച്ചു. ഇതിൽ ഒരു കുട്ടിയുമുണ്ട്.
സഹായ വിതരണ കേന്ദ്രത്തിനു നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 12 പേരും കൊല്ലപ്പെട്ടു. ഇതുൾപ്പെടെ ഇന്നലെ കുറഞ്ഞത് 25 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞും മാതാപിതാക്കളുമുണ്ട്. ഹമാസിന്റെ സൈനിക ശക്തി ഇല്ലാതാക്കുകയാണെന്നും സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാതെ ഈ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ലെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. കുവൈറ്റ് സിറ്റി. കുവൈറ്റ് വ്യാജമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ 67 പേർ പിടിയിലായി. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായ അറസ്റ്റിലായത്. പിടിയിലായവരിൽ സ്ത്രീകളുമുണ്ട്. 10 വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രങ്ങളും കണ്ടെത്തി. ഇവ അടച്ചുപൂട്ടിയതായി അധികൃതർ അറിയിച്ചു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ് കൺട്രോൾ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറൻസിക് എവിഡൻസ്, ആരോഗ്യ മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. വ്യാജമദ്യ ദുരന്തത്തിൽ കണ്ണൂർ ഇരണാവിലെ പൊങ്കാരൻ സച്ചിൻ ഉൾപ്പെടെ 13 പേർ മരിച്ചിരുന്നു. മറ്റ് 5 മലയാളികൾ ഉൾപ്പെടെ 10 ഇന്ത്യക്കാർ മരിച്ചതായി സൂചനയുണ്ടെങ്കിലും കുവൈറ്റ് അധികൃതരോ ഇന്ത്യൻ എംബസിയോ ഇവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. 63 പേർ ചികിത്സ തേടിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇവരിൽ 21 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ചികിത്സയിൽ കഴിയുന്നവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. ജിലീബൽ ഷുയൂക്ക് ബ്ലോക്ക് 4 നിന്ന് വാങ്ങിയ മദ്യം കഴിച്ച അഹമ്മദിയ ഫർവാനിയ ഗവർണറേറ്റിലുള്ളവരാണ് ദുരന്തത്തിനിരയായത്. തുടർന്നാണ് മദ്യം നിരോധനമുള്ള കുവൈറ്റിൽ വ്യാജമദ്യം നിർമ്മിച്ചു വിതരണം ചെയ്തവരുടെ വിവരങ്ങൾ അധികൃതർ ശേഖരിച്ച് കർശന നടപടികൾ സ്വീകരിച്ചത്. കൃഷിവകുപ്പിന്റെ കർഷക ദിനാഘോഷമടക്കം വിവിധ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് ഇന്ന് തൃശൂർ ജില്ലയിലേക്ക് മുഖ്യമന്ത്രി നടത്താനിരുന്ന യാത്ര റദ്ദാക്കി. ഉദ്ഘാടനങ്ങൾ ഓൺലൈനായി നിർവഹിക്കാനാണ് തീരുമാനം. മോശം കാലാവസ്ഥ, റോഡുകളുടെ ദുരവസ്ഥ തുടങ്ങി യാത്ര റദ്ദാക്കലിന് പല കാരണങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. തേക്കിൻകാട് മൈതാനത്ത് കർഷക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം, സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവ ഉദ്ഘാടനം, ഹോട്ടൽ ദാസ് കോണ്ടിനെന്റലിൽ കുവൈറ്റ് കലാട്രോസ് പുരസ്കാര സമർപ്പണം എന്നിവരായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടികൾ. ഇന്നലെ രാത്രി 8:30 തൃശൂരിലെത്തുമെന്നായിരുന്നു പോലീസിനടക്കം ലഭിച്ച അറിയിപ്പ്. ഇതുപ്രകാരം വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ രാത്രിയാത്ര റദ്ദാക്കിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഇന്ന് രാവിലെ എത്താനുള്ള സാധ്യത സംഘാടകർ പ്രതീക്ഷിച്ചെങ്കിലും ഓൺലൈനായി മാത്രമേ പങ്കെടുക്കൂ എന്ന വിവരം പിന്നീട് കൈമാറി. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റവാളിയാണെന്നും പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മുഖ്യമന്ത്രി ചുമതലയിലിരിക്കാൻ അർഹനല്ലെന്നും ഉടൻ രാജിവയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണ കേസിൽ എക്സൈസ് കമ്മീഷണർ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച കോടതി കണ്ടെത്തിയത് മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടത്. ADGP MR അജിത് കുമാർ 1-ാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി 2-ാം പ്രതിയുമായ കേസിൽ നിയമവിരുദ്ധമായി മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്ന് തെളിയിക്കുന്നതാണ് കോടതി വിധിയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തന്റെ അടുത്ത 2 ആളുകളെ രക്ഷിക്കുന്നതിന് മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്തു. നിയമമാണ് പരമാധികാരി എന്ന് കോടതി വിധിയിൽ പറയുന്നു. ആരായാലും നിയമത്തിന് വിധേയനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതി വിധി തുടങ്ങുന്നത്. ഒരാളെ രക്ഷിക്കുന്നതിന് നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ചവിട്ടിമതിക്കപ്പെട്ടു. അന്വേഷണത്തിൽ സത്യം തെളിയിക്കുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പകരം പ്രതികളെ സഹായിക്കാനാണ് ഇടപെടൽ നടത്തിയത്. രേഖകൾ പരിശോധിച്ചപ്പോൾ അഴിമതി നടന്നതായി മനസ്സിലാകാം. അതിനാൽ അന്വേഷണ റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്നും തള്ളിക്കളയുന്നുവെന്നുമാണ് കോടതി പറഞ്ഞത്. രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു അധികാരവുമില്ലാത്ത അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നുവെന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാണ്. പോലീസ് അന്വേഷിച്ചാൽ നീതിയുണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ കോടതി സ്വകാര്യ അന്യായമായി എടുത്തിരിക്കുകയാണ്. RSSുമായുള്ള മുഖ്യമന്ത്രിയുടെ ഇടപാടിന് അജിത് കുമാറാണ് പാലം. തൃശൂർ പൂരം കലക്കിയതിന്റെ പേരിൽ അജിത് കുമാറിനെതിരെ നടപടിയില്ല. ഭരണകക്ഷിയിലുള്ളവർ തന്നെ പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. കോടികളുടെ അനർഹ സ്വത്ത് സമ്പാദനമാണ് അജിത് കുമാർ നടത്തിയത്. ഇതിനെല്ലാം പുറമെ നടത്തിയ അന്വേഷണ പ്രഹസനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് കൂടി എഴുതിവയ്ക്കുക കൂടി ചെയ്തു. ആഭ്യന്തര വകുപ്പ് നിയമലംഘനങ്ങളുടെ വകുപ്പാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് പോലീസ് റിപ്പോർട്ട് നൽകി. കേസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി പരിശോധിച്ച് അന്വേഷണം നടത്തുകയും കേസിലെ പ്രതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതുമാണ്. അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളുകയും അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് അഭിപ്രായപ്പെട്ടതുമാണ്. ഇതിനാൽ നിയമപരമായും വസ്തുതപരമായും നിലനിൽക്കാത്ത ഹർജി തള്ളിക്കളയണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. കേസ് പരിഗണിക്കുന്നത് 23ലേക്ക് മാറ്റി.
ഈ മാസം 5-നാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയത്. ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന തരത്തിലാണ് തുടക്കം മുതൽ അന്വേഷണ സംഘം നീങ്ങിയതെന്നും ഹർജിയിൽ പറയുന്നു. പക്ഷപാതപരമായ അന്വേഷണമാണ് നടത്തിയത്. തെളിവുകളെ നിരാകരിക്കുകയും പ്രതിക്ക് അനുകൂലമാക്കി തീർത്തുവെന്നും ഹർജിയിൽ പറയുന്നു. 2023 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ താമസ സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. മരണത്തിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിരുന്നു. നവദമ്പതികളായ രാജേഷും അമൃത കൃഷ്ണയും ആത്മഹത്യ ചെയ്തത് നിസ്സാര തർക്കങ്ങൾക്ക് തുടർന്നെന്ന് സൂചന. നിലമ്പൂർ മണലോടി കറുത്തേടത്ത് നടരാജന്റെയും സത്യഭാമയുടെയും മകനാണ് രാജേഷ്. എരുമമുണ്ട കാനക്കുത്ത് എലിപ്പാറ്റ ബാലകൃഷ്ണന്റെയും തുളസിയുടെയും മകളാണ് അമൃത. 3 മാസം മുൻപായിരുന്നു വിവാഹം. 2022-ലാണ് രാജേഷും അമൃതയും അടുപ്പത്തിലായത്. അമൃതയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ പോത്തുകൾ പോലീസ് പോക്സോ കേസെടുത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് രാജേഷ് ജയിലിലായി. അമൃതയ്ക്ക് പ്രായപൂർത്തിയായ ശേഷം 3 മാസം മുൻപാണ് ഇവരുടെ വിവാഹം നടത്തിയത്. പന്തൽ നിർമ്മാണ തൊഴിലാളിയായ രാജേഷ് ഇന്ന് ജോലിക്ക് പോയിരുന്നില്ല. രാജേഷിന്റെ മൃതദേഹം വീട്ടിന്റെ സ്വീകരണ മുറിയിൽ സോഫയിലാണ് കിടന്നിരുന്നത്. അമൃത തൊട്ടടുത്ത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്ന് പ്രാഥമിക നിഗമനമെന്ന് സ്ഥലം സന്ദർശിച്ച DYSP സാജു K. എബ്രഹാം പറഞ്ഞു. പോലീസ് പറയുന്നതിങ്ങനെ: ആദ്യം രാജേഷ് തൂങ്ങി മരിച്ചു. വീട്ടിന് പുറത്ത് ജോലിയിലായിരുന്ന അമൃത അകത്ത് ചെന്നപ്പോൾ രാജേഷിനെ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടു. ഉടനെ കയർ അറുത്തു. രാജേഷ് താഴെ വീണു. രാജേഷ് മരിച്ചുവെന്ന് മനസ്സിലായ അമൃത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി. ശബ്ദം കേട്ട് വീട്ടിൽ വന്ന രാജേഷിന്റെ അമ്മ നിലത്ത് കിടക്കുന്നത് കണ്ടു. അമൃത കയറിൽ തൂങ്ങിയ നിലയായിരുന്നു. സത്യഭാമ രാജേഷിനെ വലിച്ചിഴച്ച സോഫയിൽ കിടത്തി. അയൽവീട്ടിലെത്തി വിവരം പറഞ്ഞു. അയൽവാസികളെത്തി കയററുത്ത അമൃതയെ താഴെ കിടത്തി. അടുത്ത വീട്ടിലെ ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നാളെ നടത്തും. ബ്ലോഗർ ജ്യോതി മൽഹോത്ര പാക് ചാരയാണെന്നതിന് ശക്തമായ തെളിവുകളുണ്ടെന്ന് പോലീസ്. 2500 പേജുള്ള കുറ്റപത്രത്തിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ദാനിഷുമായി ജ്യോതി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ദാനിഷിനെ ഇന്ത്യൻ ഗവൺമെന്റ് പുറത്താക്കിയിരുന്നു. ഏറെ നാളുകളായി ജ്യോതി ചാരപ്രവൃത്തി നടത്തുകയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പാക് ചാര സംഘടനയായ ISI ഉദ്യോഗസ്ഥരുമായും ബന്ധം പുലർത്തി. ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് പ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി വ്യക്തമായതിനെ തുടർന്നാണ് ജ്യോതിയെ അറസ്റ്റ് ചെയ്തത്. 2023 പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ അലി എഖ്വാൻ എന്ന ആളെ ജ്യോതി കണ്ടുമുട്ടി. പാകിസ്ഥാനിലെ ജ്യോതിയുടെ താമസവും യാത്രയും ഏർപ്പാടാക്കിയത് അലിയായിരുന്നു. ഈ വ്യക്തിയാണ് ജ്യോതിക്ക് പാകിസ്ഥാൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുത്തി കൊടുത്തത്. പാകിസ്ഥാനിൽ വെച്ച് ഷാക്കിർ, റാണ, ഷഹബാസ് എന്നീ ഉദ്യോഗസ്ഥരെ ജ്യോതി കണ്ടു എന്നും FIR-ൽ പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി യുവതി ഇവരുമായി ബന്ധം തുടർന്നുവെന്നും FIR-ലുണ്ട്. തന്റെ യൂട്യൂബ് ചാനൽ വഴി ഇന്ത്യയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജ്യോതി പങ്കുവച്ചുവെന്നും സമൂഹമാധ്യമങ്ങളിലൂടെ പാകിസ്ഥാന്റെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. വീഡിയോ ചിത്രീകരണത്തിനായി ജ്യോതി കേരളവും സന്ദർശിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്താനൊരുങ്ങുന്ന അധിക തീരുവ ഒഴിവാക്കുമെന്ന സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എണ്ണ ഉപഭോക്താവായ ഇന്ത്യയെ റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടെന്നും ഈ സാഹചര്യത്തിൽ അധിക തീരുവ ചുമത്തേണ്ടതില്ലെന്നുമാണ് ട്രംപ് സൂചന നൽകിയത്. ചിലപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരില്ല, തീരുവ വർധന സംബന്ധിച്ച് ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചതായി ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. ചൈനയും ഇന്ത്യയുമാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു പ്രധാന എണ്ണ ഉപഭോക്താവിനെ നഷ്ടപ്പെട്ടതായി ഇന്ത്യയെ പരാമർശിച്ച് ട്രംപ് പറഞ്ഞു. റഷ്യയുടെ 40% എണ്ണ വാങ്ങിയിരുന്നത് ഇന്ത്യയാണ്. ചൈനയും വലിയ തോതിൽ എണ്ണ വാങ്ങുന്നുണ്ട്. ഞാൻ തീരുവ വർദ്ധിപ്പിക്കുന്നത് റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും. എനിക്കത് ചെയ്യേണ്ടി വന്നാൽ ചെയ്യും. ചിലപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരില്ല, ട്രംപ് ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്ക് കനത്ത തീരുവ ഏർപ്പെടുത്താൻ US തീരുമാനിച്ചത്. 25% ആദ്യം ഏർപ്പെടുത്തിയത്. പിന്നീട് ഇത് 25% കൂടി കൂട്ടി. ഇതോടെ US ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയ രാജ്യമായി ബ്രസീലിനൊപ്പം ഇന്ത്യയും മാറി. ആദ്യം പ്രഖ്യാപിച്ച തീരുവ നിലവിൽ വന്നു. രണ്ടാമത് പ്രഖ്യാപിച്ച തീരുവ ഓഗസ്റ്റ് 27-നാണ് നിലവിൽ വരിക. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരുന്നു. നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തിങ്കളാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ട്രംപ് പുടിൻ ചർച്ചയ്ക്ക് പിന്നാലെയാണ് കൂടിക്കാഴ്ച. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ല.
തുടർ ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. താൽക്കാലിക വെടിനിർത്തൽ കരാറിനേക്കാൾ നേരിട്ട് സമാധാന കരാർ ഒപ്പിടുന്നതാണ് നല്ലതെന്ന് ചർച്ചകൾക്ക് ശേഷം ട്രംപ് പ്രതികരിച്ചു. കരാറുകൾ സാധ്യമായില്ലെങ്കിലും ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വീണ്ടും ചർച്ചകൾ നടത്തുമെന്ന സൂചനകളും ട്രംപ് നൽകി. സെലൻസ്കിയുമായും യൂറോപ്യൻ നേതാക്കളുമായും ട്രംപ് ചർച്ച നടത്തി. അലാസ്കയിലേത് മികച്ചതും വളരെ വിജയകരവുമായ ദിവസമായിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള വിവിധ യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണവും വളരെ മികച്ചതായിരുന്നുവെന്നും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാറല്ല, നേരിട്ടൊരു സമാധാന കരാറാണെന്നും വെടിനിർത്തൽ കരാറുകൾ പലപ്പോഴും നിലനിൽക്കാറില്ലെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ, US, റഷ്യ എന്നീ രാഷ്ട്രത്തലവന്മാരുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നതായി സെലൻസ്കി പറഞ്ഞു. പ്രധാന വിഷയങ്ങൾ നേതാക്കളുടെ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. 6 വർഷത്തിനു ശേഷമാണ് ട്രംപും പുടിനും കൂടിക്കാഴ്ച നടത്തുന്നത്. യുക്രൈന് സമാധാന പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇതുവരെയുള്ള ചർച്ചകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ ലോകം ആകാംക്ഷയോടെയാണ് കണ്ടത്. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമോ എന്നതായിരുന്നു ലോകരാജ്യങ്ങളുടെ ആകാംക്ഷ. വെടിനിർത്തലില്ല, റഷ്യ യുക്രൈൻ യുദ്ധമായിരുന്നു ചർച്ചാ വിഷയമെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിനോ സമാധാന കരാറിനോ കൂടിക്കാഴ്ചയിൽ ധാരണയായില്ല. ക്രിയാത്മക ചർച്ചകൾ. പുടിനും താനും പല കാര്യങ്ങളിലും യോജിച്ചുവെന്നും അതിൽ പുരോഗതിയുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. ചർച്ച സമഗ്രവും ക്രിയാത്മകവുമാണെന്ന് പുടിൻ പറഞ്ഞു. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ. പല കാര്യങ്ങളിലും യോജിപ്പുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വിശദീകരിച്ചില്ല. പുടിന്റെ നിലപാട്. സമാധാന ശ്രമങ്ങൾക്ക് മുൻപ് സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ ഉൾപ്പെടെയുള്ള റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണമെന്ന് പുടിൻ ആവർത്തിച്ചു. യുക്രൈന്റെ അഭാവം. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. ഇത് യുക്രൈന്റെ സമ്മതമില്ലാതെ കരാറുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയ കീവിന്റെയും സംഘടനകളുടെയും വിമർശനത്തിന് കാരണമായി. കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ സെലൻസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും താൻ അറിയിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഭാവി കൂടിക്കാഴ്ചകൾ. ട്രംപുമായുള്ള അടുത്ത കൂടിക്കാഴ്ച മോസ്കോയിൽ നടത്താമെന്ന് നിർദ്ദേശിച്ച പുടിൻ അതിന് ട്രംപിനെ ക്ഷണിക്കുകയും ചെയ്തു. ട്രംപിന്റെ മറുപടിയും അനുകൂലമായിരുന്നു. ചർച്ചകൾ നല്ല ഫലങ്ങൾ നൽകിയാൽ അലാസ്കയിൽ ഒരു ത്രികക്ഷി കൂടിക്കാഴ്ചയ്ക്ക് സെലൻസ്കിയെ ക്ഷണിച്ചേക്കാമെന്നും ട്രംപ് സൂചന നൽകി. സംയുക്ത വാർത്താ സമ്മേളനം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളൊന്നും പരിഗണിച്ചില്ല. കാര്യമായ വിശദീകരണങ്ങളും ഉണ്ടായില്ല. US റഷ്യ ബന്ധം. ശീതയുദ്ധകാലത്തിനു ശേഷമുള്ള ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇപ്പോൾ USഉം റഷ്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞ പുടിൻ അത് മികച്ച നിലയിലാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. RSSനെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചുവെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ VD സവർക്കറെ പ്രതിഷ്ഠിച്ചത് കൂട്ടിവായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണിതൊക്കെയെന്നാണ് തെളിയിക്കുന്നതെന്നും കേന്ദ്ര പ്രവർത്തകനെയും മുഖ്യമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ VD സവർക്കറെ പ്രതിഷ്ഠിച്ചത് കൂട്ടിവായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണിതൊക്കെയെന്നാണ് തെളിയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ സമരഘട്ടങ്ങളിലാകെ അതിനോട് പിന്തിരിഞ്ഞു നിന്ന RSS ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യദിനത്തോട് എന്ത് മതിപ്പാണുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വെറുപ്പിന്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പുഭാരമാണ് RSS പേറി നടക്കുന്നത്. മനുഷ്യത്വവിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യയശാസ്ത്രം ചുമന്നു നടക്കുന്നവർക്ക് കൈയിട്ട് വാരാനുള്ളതല്ല ഇന്ത്യയുടെ മഹിതമായ സ്വാതന്ത്ര്യസമര ചരിത്രമെന്നും മനുഷ്യസ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ചരിത്രത്തെ കുഴിച്ചുമൂടി വെറുപ്പിനെ പകരം വയ്ക്കാനുള്ള ഏത് നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹി യമുന നദിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നുവരികയാണ്. ശനിയാഴ്ച രാവിലെ ഡൽഹിയിലെ പഴയ റെയിൽവേ പാലത്തിൽ യമുന നദിയിലെ ജലനിരപ്പ് 205.22 മീറ്ററിലെത്തി. അപകടനിരപ്പായി 205.33 മീറ്ററിൽ നിന്ന് ഏതാനും അടി താഴെയാണ് നിലവിലെ ജലനിരപ്പ്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യം നേരിടാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാ ഏജൻസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വസീറാബാദും ഹത്നിക്കുണ്ട് ബാരേജുകളിൽ നിന്നും ഓരോ മണിക്കൂറിലും ഉയർന്ന അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. വെള്ളപ്പൊക്ക നിയന്ത്രണ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഹത്നിക്കുണ്ട് ബാരേജിൽ നിന്നും മണിക്കൂറിൽ 38,997 ക്യൂസെക്കും വെള്ളവും വസീറാബാദിൽ നിന്നും മണിക്കൂറിൽ 45,620 ക്യൂസെക്ക് വെള്ളവും തുറന്നുവിടുകയാണ്.